എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ കടമെടുപ്പ് നാളെ നടക്കുകയാണ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 2000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ഇതുൾപ്പെടെ ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അടക്കമുള്ള സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി 2000 കോടി രൂപ നാളെ കടമെടുക്കും. ഈ ഏപ്രിൽ മാസം ആരംഭിച്ചപ്പോൾ പുതിയ സാമ്പത്തിക വർഷം കടമെടുക്കാനുള്ള അനുമതി സംസ്ഥാനത്തിന് നേരത്തെ ലഭിച്ചതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചയിൽ തന്നെ സംസ്ഥാനം 2000 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ 820 കോടി രൂപയാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുക. കേന്ദ്ര വിഹിതത്തിന്റെ പെൻഷൻ തുക മുൻകൂറായി നൽകുന്നതിന് വേണ്ടി 24 കോടി രൂപയും ഇതിൽ നിന്ന് മാറ്റും. ഈ വർഷം 39,000-ലധികം കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ വരുമാനത്തിന് 3% ഓരോ സാമ്പത്തിക വർഷവും ഓരോ സംസ്ഥാനങ്ങൾക്കും കടമെടുക്കാൻ കഴിയുക. ഈ ഒരു കണക്കിന് 42,000 കോടിയോളം കടമെടുക്കാനുള്ള അനുമതി സംസ്ഥാനം തേടിയിരുന്നു എങ്കിലും 2000 കോടിയിലധികം കുറച്ചാണ് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത്. ഇനി ഈ സാമ്പത്തിക വർഷാവസാനം, അതായത് അടുത്ത മാർച്ചോട് കൂടിയിട്ട് വൈദ്യുതി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ കൂടി വരുമ്പോൾ 0.5% കൂടി കടമെടുക്കാനുള്ള അനുമതി ലഭിക്കും. അങ്ങനെയെങ്കിൽ 7,000 കോടി രൂപ ആ സമയത്ത് കടമെടുക്കാൻ ആകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കടമെടുക്കാൻ അനുമതി ലഭിച്ചതിൽ നിന്നും ആദ്യ കടമെടുപ്പ് നാളെ ഏപ്രിൽ 8-ാം തീയതി ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെയാണ് കടപ്പത്ര ലേലം നടക്കുക. കടപ്പത്ര ലേലത്തിന് ശേഷം ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ച തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിഷുവിന് മുമ്പായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 1600 രൂപയുടെ വിതരണം ഉണ്ടാകുക. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും ഉടനെ തന്നെ ക്രെഡിറ്റ് ആകും. തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അത് ക്രെഡിറ്റ് ആകുന്നതാണ്. സമയം കയ്യിൽ വിതരണം വെള്ളിയാഴ്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാകുക. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ ഒരു തുകയുടെ ലിസ്റ്റും പണവും ട്രഷറി മുഖാന്തരം പണവും എത്തിയതിനു ശേഷം ആ ലിസ്റ്റ് ക്രമീകരിച്ച് വിതരണം തുടങ്ങുമ്പോഴേക്കും വെള്ളിയാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ ശനിയാഴ്ചയ്ക്ക് ആകും. ഞായറാഴ്ചയാണ് എങ്കിൽ പോലും ആ ഒരു തുക വിതരണം നടത്തും. 14-ാം തീയതി വിഷുവിന് മുമ്പായിട്ട് എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് പങ്കുവെക്കാനുള്ളത്. സീറോ ബാലൻസിലൊക്കെയാണ് മിക്കവാറും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ പെൻഷൻ അക്കൗണ്ടുകൾ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കണമോ എന്നുള്ളത് നിങ്ങളൊന്ന് ബാങ്കിൽ അന്വേഷിക്കുക. ബാങ്കുകളെല്ലാം സീറോ ബാലൻസ് താൽക്കാലികമായിട്ട് നൽകിയതാണ്, നിയമം മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് SBI ഒക്കെ ആ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ താൽക്കാലികമായി നൽകിയതാണ്, അതൊക്കെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുള്ള ഒരു നിബന്ധനയിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ബാങ്കിൽ വിളിച്ച് അല്ലെങ്കിൽ പോയിട്ടോ അന്വേഷിക്കുക. ബാങ്കിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കൽ നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അത് നൽകുക, അത് അവിടെ സൂക്ഷിക്കുക. ഇല്ല എങ്കിൽ, മിനിമം ബാലൻസ് ഇല്ല എങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന സമയത്തൊക്കെ അവർ പിഴ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നമ്മുടെ പെൻഷൻ പണത്തിൽ നിന്നായിരിക്കും ആ ഒരു പിഴ പിടിക്കുക. പണം ലഭിക്കുന്ന സമയത്തായിരിക്കും ആ ഒരു പിഴ പിടിക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന 1600 നിന്ന് ബാങ്ക് കൂടി ഈ ഒരു കണ്ടുചോരയില്ലാത്ത നടപടി ചെയ്താൽ അത് വലിയ കഷ്ടമാകും. അത് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ അത് നിർബന്ധമായിട്ടും ചെയ്യുക. 1000 രൂപയായിരിക്കും മിനിമം അതിൽ നിക്ഷേപിക്കേണ്ടി വരിക. അത് നിക്ഷേപിച്ച് വെക്കേണ്ടി വരും. ആ കാര്യം ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ പെൻഷൻ പണത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ മസ്റ്ററിങ്ങിന്റെ കാര്യം 20-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാം. ഈ മാസം മസ്റ്ററിങ് ചെയ്യുകയാണെങ്കിൽ ഈ മാസത്തെ പെൻഷൻ ഒന്നും കിട്ടില്ല, അടുത്ത മാസം മുതലേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. മുമ്പ് മസ്റ്ററിങ്ങിന് പറഞ്ഞപ്പോൾ ചെയ്യാത്തത് മൂലം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടത്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വർഷത്തെ വാർഷിക മസ്റ്ററിങ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.